നമസ്കാരം. ജാതക കഥകളിലെ 100ാമത്തെ കഥ 3 ചങ്ങാതിമാർ. മഗധയിലെ സമ്പന്നനായ ഒരു വ്യാപാരിയുടെ മകളാണ് സുകേശി. സുന്ദരിയും സുശീലയുമായിരുന്നു അവൾ. മറ്റൊരു നഗരത്തിലെ സമ്പന്നനായ ഒരു വ്യാപാരിയുടെ മകൻ അവളെ വിവാഹം ചെയ്തു. അത്യാഡംബരത്തോടെയായിരുന്നു വിവാഹ ചടങ്ങുകൾ. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയ അവൾക്ക് പിതാവ് ഒട്ടേറെ ആഭരണങ്ങളും സമ്മാനങ്ങളും കൊടുത്താണ് അയച്ചത്. ഭർത്താവിൻ്റെ വീട്ടിൽ ആദ്യമൊക്കെ എല്ലാവരും അവളോട് സ്നേഹത്തോടെ പെരുമാറി. മാസങ്ങൾ ചിലത് കഴിഞ്ഞു. ആദ്യകാലത്തെ സ്നേഹവും വാത്സല്യവും ഒന്നും അവൾക്ക് കിട്ടാതായി. ഭർത്താവിൻ്റെ അമ്മ എപ്പോഴും അവളോട് കുത്തുവാക്കുകൾ പറയുകയും ശകാരിക്കുകയും ചെയ്തു. എന്താണ് ഈ മാറ്റത്തിൻ്റെ കാരണമെന്നറിയാതെ സുകേശി ദുഃഖിച്ചു. അങ്ങനെ കാലം കടന്നുപോയി. ഒരു ദിവസം ആ വീട്ടിൽ വിരുന്നുകാരായി ചില സ്ത്രീകൾ വന്നു. അവർ സുകേശിയുടെ അമ്മായിയമ്മയോട് ചോദിച്ചു, മരുമകൾക്ക് വിശേഷമൊന്നുമായില്ലേ? എന്തു പറയാനാ, 2 കൊല്ലമായി എൻ്റെ മകൻ അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട്. ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗമുണ്ടായില്ല. കുടുംബം നിലനിർത്താൻ ഒരു ആൺതരിയെങ്കിലും ഇല്ലെങ്കിൽ എന്ത് കഷ്ടമാണ്. ഈ സംഭാഷണം അടുത്ത മുറിയിലിരുന്ന സുകേശി കേട്ടു. ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് തന്നോട് ഇഷ്ടമില്ലായ്മ വന്നതിൻ്റെ കാരണം അവൾക്ക് ബോധ്യപ്പെട്ടു. അത് അവളുടെ ദുഃഖം വർദ്ധിപ്പിച്ചു. അവൾ തൻ്റെ ദാസിയെ വിളിച്ചു. കണ്ണുനീരോടെ വിശ്വസ്തയായ ആ ദാസിയോട് പറഞ്ഞു, ഒരു കുഞ്ഞുണ്ടാവാത്ത കാലത്തോളം എനിക്ക് വീട്ടിൽ സ്വൈരം കിട്ടില്ല. ദേവി, അതിനൊരു വഴിയുണ്ട്. ഗർഭിണിയാണെന്ന് അഭിനയിക്കുക. ദാസി നിർദ്ദേശിച്ചു. സുകേശി ഗർഭിണിയാണെന്ന് അഭിനയിച്ചു തുടങ്ങി. അതോടെ അമ്മായിയമ്മയ്ക്ക് സുകേശിയോട് വലിയ സ്നേഹമായി. അവർ വിശേഷപ്പെട്ട പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി മരുമകൾക്ക് കൊടുത്തു. മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം സുകേശി അമ്മായിയമ്മയോട് പറഞ്ഞു, എനിക്ക് പ്രസവത്തിന് വീട്ടിൽ പോകാനുള്ള സമയമായെന്ന് തോന്നുന്നു. അതിനെന്താ? അതാണല്ലോ നാട്ടുനടപ്പ്. അടുത്ത ദിവസം തന്നെ മോളെ വീട്ടിലേക്ക് അയക്കാം. അടുത്ത ദിവസം സുകേശിയെ, ദാസിയെയും ഒരു പരിചാരകനെയും കൂട്ടി കുതിരവണ്ടിയിൽ അവളുടെ വീട്ടിലേക്ക് അയച്ചു. അവർ കുറേ ദൂരം പോയപ്പോൾ മുമ്പിൽ ഒരു കച്ചവട സംഘം പോകുന്നത് കണ്ടു. അത് കണ്ട പരിചാരകൻ വണ്ടിക്കാരനോട് പറഞ്ഞു, നമുക്ക് അവരോടൊപ്പം പോകാം. കൂട്ടം ചേർന്ന് പോകുന്നതാ സുരക്ഷിതം. വണ്ടിക്കാരനും സമ്മതിച്ചു. അവർ കച്ചവടക്കാരുടെ പുറകെ പോയി. വൈകുന്നേരമായപ്പോൾ കച്ചവട സംഘം ഒരു കുളക്കരയിൽ താവളമുറപ്പിച്ചു. അതിനടുത്ത് തന്നെ അവരും കൂടാരമുറപ്പിച്ച് വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ സുകേശിയും ദാസിയും ഉണർന്നു നോക്കിയപ്പോഴേക്കും കച്ചവട സംഘം സ്ഥലം വിട്ടിരുന്നു. നിത്യകർമ്മങ്ങൾക്കായി കുളക്കരയിലേക്ക് പോയ സുകേശി അടുത്തുള്ള വൃക്ഷച്ചുവട്ടിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. അവൾ അടുത്തു ചെന്ന് നോക്കി. ഒരു ചോരക്കുഞ്ഞ്. സുകേശി ഉടനെ ദാസിയെ വിളിച്ചു പറഞ്ഞു. കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ആ കച്ചവടക്കാർ ഉപേക്ഷിച്ചു പോയതായിരിക്കണം. പിന്നെ കുറേ നേരം അവരിരുവരും ഒന്നും പറഞ്ഞില്ല. എന്തോ ആലോചിച്ച് നിന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ദാസി പറഞ്ഞു, ആലോചിക്കാനൊന്നുമില്ല ദേവി. ദൈവം തന്നതാണീ കുഞ്ഞ്. അല്ലെങ്കിൽ ഗർഭിണിയായി അഭിനയിച്ച ദേവിക്ക് ഇങ്ങനെ ഒരു ആൺകുഞ്ഞിനെ കിട്ടുകയില്ല. നമുക്ക് ഈ കുഞ്ഞിനെ എടുക്കാം. ദാസി ഉടനെ വണ്ടിക്കാരനെ വിളിച്ചു വരുത്തി യജമാനത്തി പ്രസവിച്ച വിവരം അറിയിച്ചു. വിവരം വേഗം യജമാനൻ്റെ വീട്ടിൽ അറിയിക്കാൻ നിർദ്ദേശിച്ചു. അയാൾ ഉടൻ കുതിരപ്പുറത്ത് കയറി സുകേശിയുടെ ഭർതൃഗൃഹത്തിലേക്ക് പോയി. വൈകുന്നേരമായപ്പോഴേക്കും തിരിച്ചു വന്നറിയിച്ചു, ദേവി ഉടൻ തന്നെ കുഞ്ഞുമായി യജമാനൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലണമെന്ന്. അവർ വണ്ടിയിൽ കയറി ഭർതൃഗൃഹത്തിൽ മടങ്ങിയെത്തി. അവിടെ സുകേശിക്കും കുഞ്ഞിനും അത്യാഹ്ലാദപൂർവമായ വരവേൽപ്പ് ലഭിച്ചു. തറവാട് നിലനിർത്താൻ ഒരു ആൺതരിയായല്ലോ. എന്ത് തേജസ്സുള്ള കുഞ്ഞ്! അച്ഛൻ്റെ തനി പകർപ്പ്. കുഞ്ഞിനെ കാണാൻ വന്നവർ ഓരോ അഭിപ്രായം തട്ടിമൂളിച്ചു. കുഞ്ഞു പിറന്നതിൻ്റെ സന്തോഷമായി വലിയ സദ്യയും ദാനധർമ്മങ്ങളും നടന്നു. കുഞ്ഞിൻ്റെ പേരിടൽ ദിവസമായി. ആൽമരത്തിൻ്റെ ചുവട്ടിൽ ജനിച്ചതുകൊണ്ട് കുഞ്ഞിന് നിഗ്രോധകുമാരൻ എന്ന് പേരിട്ടു. സംസ്കൃതത്തിൽ ആലിന് നിഗ്രോധം എന്നും പേരുണ്ട്. അപ്പോൾ ഒരു സേവകൻ അവിടെ വന്ന് പറഞ്ഞു, യജമാനെ, ഈ കുഞ്ഞു ജനിച്ച ദിവസം തന്നെ ഈ നഗരത്തിൽ 2 ആൺകുട്ടികൾ കൂടി ജനിച്ചിട്ടുണ്ട്. നെയ്ത്തുകാരൻ്റെ വീട്ടിലാണ് ഒരു കുഞ്ഞ്. പോത്തിക്കെന്നാണ് അവൻ്റെ പേര്. പിന്നത്തെ കുഞ്ഞ് എണ്ണക്കച്ചവടക്കാരൻ്റെ വീട്ടിലാണ് ജനിച്ചത്. ശാഖാകുമാരൻ എന്നാണ് പേര്. ഇത് കേട്ട യജമാനൻ പറഞ്ഞു, ആ കുട്ടികളെ കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ. എൻ്റെ മകന് കളിക്കാൻ കൂട്ടുകാരായല്ലോ.
അങ്ങനെ നിഗ്രോധകുമാരനും പോത്തിക്കും ശാകാകുമാരനും ഒരുമിച്ചു കളിച്ചു വളർന്നു. കളിയിൽ പോലും പോത്തിക് ന്യായമായേ പെരുമാറിയിരുന്നുള്ളൂ. 13 വയസ്സായപ്പോൾ അവർ വിദ്യാഭ്യാസത്തിനായി തക്ഷശിലയിലേക്ക് പോയി. പോത്തിക്കിനു കൂടി പഠിക്കാനുള്ള ചെലവ് നിഗ്രോധൻ്റെ അച്ഛനാണ് വഹിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞു. വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അവർ വിദ്യാപീഠം വിട്ടു. പിന്നെ ദേശസഞ്ചാരത്തിനിറങ്ങി. പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് വാരണാസിക്കടുത്തെത്തി. രാത്രിയായതുകൊണ്ട് അവർ ഒരു വൃക്ഷച്ചുവട്ടിലുറങ്ങി. വെളുപ്പിന് ഒരു കോഴി കൊക്കുന്നത് കേട്ട് പോത്തിക് ഉണർന്നു. അപ്പോൾ പൂവൻകോഴി പിടക്കോഴിയോട് ചോദിക്കുന്നത് കേട്ടു, "നീ എന്തിനാണ് ഇത്ര ഉച്ചത്തിൽ കൊക്കുന്നത്?" "കാര്യമുണ്ട്. ഞാൻ ഇപ്പോൾ ഇട്ടത് സാധാരണ മുട്ടയല്ല. ഇതിൻ്റെ മഞ്ഞക്കരു തിന്നുന്നവൻ രാജാവാകും, വെള്ളക്കരു തിന്നുന്നവൻ സേനാനായകനാകും, പുറന്തോട് തിന്നുന്നവൻ രാജാവിൻ്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനുമാകും. ഇത്ര വിശേഷപ്പെട്ട മുട്ടയിട്ടാൽ ലോകത്തെ അതൊന്ന് അറിയിക്കണ്ടേ?" പിടക്കോഴി ചോദിച്ചു. "ഓ, സമ്മതിച്ചു," പൂവൻകോഴി പറഞ്ഞു. ഈ സംഭാഷണം കേട്ട പോത്തിക്ക് വിചാരിച്ചു, കോഴി പറഞ്ഞതിൽ സത്യമുണ്ടെങ്കിലോ, ഒന്ന് പരീക്ഷിച്ചു നോക്കാം. കുറച്ചു കഴിഞ്ഞ് കോഴികൾ ഇരതേടി പോയപ്പോൾ പോത്തിക് ആ മുട്ട എടുത്തു. കൂട്ടുകാരറിയാതെ അവൻ മുട്ടയുടെ ഭാഗങ്ങൾ വേർതിരിച്ച് ഓരോരുത്തരുടെയും ഭക്ഷണത്തിൽ ചേർത്തു. മഞ്ഞക്കരു ചേർത്ത ഭക്ഷണം നിഗ്രോധനും വെള്ളക്കരു ചേർത്ത ഭക്ഷണം ശാകനും കൊടുത്തു. പുറന്തോട് ചേർത്ത ഭക്ഷണം പോത്തിക്കും കഴിച്ചു. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പോത്തിക് മാന്ത്രിക മുട്ടയുടെ കാര്യം കൂട്ടുകാരോട് പറഞ്ഞു. മുട്ടയുടെ ഓരോ ഭാഗവും ഭക്ഷണത്തിൻ്റെ കൂടെ അവർ ഉള്ളിലാക്കിയ കാര്യവും പറഞ്ഞു. അത് കേട്ടപ്പോൾ ശാകന് നിരാശ തോന്നി. അയാൾ വിചാരിച്ചു, ഈ പോത്തിക്കാരാണിങ്ങനെ പങ്കുവയ്ക്കാൻ? മഞ്ഞക്കരു അവൻ എനിക്കായിരുന്നു തരേണ്ടത്. എപ്പോഴെങ്കിലും അവസരം കിട്ടും, അപ്പോൾ ഞാനിവനെ ഒരു പാഠം പഠിപ്പിക്കും. അവർ അവിടെ നിന്ന് യാത്രയായി. വാരണാസിയിലേക്കാണ് പോയത്. നഗരത്തിൽ പ്രവേശിച്ച അവർ വിശ്രമത്തിനായി ഉദ്യാനത്തിലേക്ക് പോയി. അവിടെ കണ്ട ഒരു ശിലാതലത്തിൽ നിഗ്രോധൻ കിടന്നു. ഉദ്യാനത്തിൻ്റെ പടവുകളിൽ പോത്തിക്കും ശാകനും കിടന്നു. യാത്രാക്ഷീണം കൊണ്ട് അവർ ഉറങ്ങിപ്പോയി. വാരണാസിയിലെ രാജാവ് നാടു നീങ്ങിയതിൻ്റെ 7-ാം ദിവസമായിരുന്നു അത്. പുതിയ രാജാവിനെ കണ്ടെത്താനുള്ള ദിവസം. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു തേര് തേരാളിയില്ലാതെ നഗരത്തിലൂടെ ഓടിക്കും. ആ തേര് ആരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നോ അയാളെ രാജാവാക്കും. പുതിയ രാജാവിനെ തേടി ഇറങ്ങിയ പുഷ്പരഥം ഉദ്യാനത്തിനടുത്തെത്തി. പുറകെ ധാരാളം ആളുകളുമുണ്ട്. ഈ ബഹളങ്ങളൊന്നും അറിയാതെ ആ യുവാക്കൾ ഉദ്യാനത്തിൽ ഉറങ്ങുകയാണ്. കുതിരകൾ ഉദ്യാനത്തിൻ്റെ പടവുകളിൽ കയറി രഥവും വലിച്ചുകൊണ്ട് നിഗ്രോധൻ്റെ അടുത്തെത്തി നിന്നു. ഉറങ്ങിക്കിടക്കുന്ന നിഗ്രോധനെ കണ്ട് രാജപുരോഹിതൻ പറഞ്ഞു, "എന്തൊരു തേജസ്, കുലീനത! ഇദ്ദേഹം തന്നെ നമ്മുടെ രാജാവ്." പിന്നീട് അദ്ദേഹം ആ യുവാവിൻ്റെ പാദങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു, "ഇദ്ദേഹം ഭരിക്കാൻ പിറന്നവനാണ്. ആ പാദങ്ങൾ കണ്ടാൽ അറിയാം." ജനങ്ങളുടെ കോലാഹലവും ആർപ്പുവിളികളും കേട്ട് നിഗ്രോധൻ ഉണർന്നു. ഉടനെ പുരോഹിതൻ പറഞ്ഞു, "പ്രഭോ, അങ്ങാണിനി ഞങ്ങളുടെ രാജാവ്. ഈ കിരീടം സ്വീകരിച്ചാലും." അത് കേട്ട് സ്വപ്നമാണോ എന്ന് കുമാരൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ പുരോഹിതൻ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഇത് ദൈവ നിയോഗമാണെന്ന് അറിയിച്ചു. അങ്ങനെ ജനങ്ങളുടെ അഭീഷ്ടം സ്വീകരിച്ച് നിഗ്രോധകുമാരൻ അവരുടെ രാജാവായി തീർന്നു. അദ്ദേഹം കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു, "ശാക, താങ്കളാണ് എൻ്റെ സേനാനായകൻ. പോത്തിക്, നീ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം." അവർ അത് സമ്മതിച്ചു. അവർ 3 പേരും കൊട്ടാരത്തിൽ സുഖമായി ജീവിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് പറഞ്ഞു, "അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് ഒരുപാട് കാലമായി. ശാക, നീ പോയി അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാമോ?" "സൈന്യത്തെ വിട്ടിട്ട് ഞാനെങ്ങനെ പോകും?" ശാകൻ ബുദ്ധിമുട്ടറിയിച്ചു. അപ്പോൾ രാജാവ് പോത്തിക്കിനോട് ചോദിച്ചു. അയാൾ സമ്മതിച്ചു. അപ്പോൾ തന്നെ ഏതാനും അംഗരക്ഷകരോടുകൂടി പോത്തിക് അവരുടെ ജന്മനഗരത്തിലേക്ക് പോയി. അവിടെ എത്തിയ പോത്തിക് ആദ്യം നിഗ്രോധകുമാരൻ്റെ വീട്ടിലേക്കാണ് പോയത്. മകൻ രാജാവായ വിവരം നിഗ്രോധൻ്റെ അച്ഛനമ്മമാരെ അറിയിച്ചു. അവരെ വാരണാസിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് താൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിഗ്രോധൻ്റെ അച്ഛൻ പറഞ്ഞു, "ഞാൻ വന്നാൽ ഇവിടെ വ്യാപാരം എങ്ങനെ നടക്കും? ഈ വീടും സ്ഥലവും വിട്ടിട്ട് ദൂരേക്ക് പോകാൻ ഞാനില്ല." അമ്മ പറഞ്ഞു, "ഞങ്ങൾ വരുന്നില്ലെങ്കിലും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹാശസ്സുകളും അവനുണ്ട്. ഞങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് പറയൂ." അങ്ങനെ പറഞ്ഞ് അവർ പോത്തിക്കിനെ യാത്രയാക്കി. അയാൾ പിന്നീട് ശാകാകുമാരൻ്റെ വീട്ടിലേക്കാണ് പോയത്. ശാകൻ്റെ മാതാപിതാക്കളും വാരണാസിയിലേക്ക് പോകാൻ തയ്യാറായില്ല. അവസാനം പോത്തിക് തൻ്റെ അച്ഛനമ്മമാരുടെ അടുത്തെത്തി.
അവരും വാരണാസിയിലേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പോത്തിക് ദുഃഖിതനായി വാരണാസിയിലേക്ക് മടങ്ങി. കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം ഇതിനിടെ തീർന്നിരുന്നു. പരീക്ഷീണനായ പോത്തിക് നഗരത്തിലെത്തിയപ്പോൾ ആദ്യം ശാകൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അല്പം വിശ്രമിച്ചിട്ടാകാം രാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്ന് വിചാരിച്ചു. പോത്തിക് ദ്വാരപാലകനോട് പറഞ്ഞു, നിന്റെ യജമാനൻ്റെ ചങ്ങാതിയായ പോത്തിക് വന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തോട് ചെന്ന് പറയൂ. ദ്വാരപാലകൻ ശാകൻ്റെ അടുത്തെത്തി വിവരമറിയിച്ചു. പോത്തിക് വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ശാകൻ വിചാരിച്ചു, ഇത് തന്നെ അവസരം. ആ ദ്രോഹി അന്ന് മഞ്ഞക്കരു എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ രാജാവാകുമായിരുന്നു. അവനെ വെറുതെ വിടരുത്. അയാൾ ദ്വാരപാലകനോട് പറഞ്ഞു. അവനെ ഉടനെ പിടിച്ച് തുറുങ്കല്ലിട്. മറ്റാരും ഇതറിയരുത്. ശാകൻ്റെ കൽപ്പന പുറത്ത് കാത്തു നിന്ന പോത്തിക്ക് കേട്ടു. അയാൾ വേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അയാൾ വിചാരിച്ചു, നന്ദി കെട്ടവൻ. അവൻ സൈന്യാധിപനായത് തന്നെ ഞാൻ വെള്ളക്കരു അവന് നൽകിയതുകൊണ്ടാണ്. എന്നിട്ടാണ് അവൻ ഇപ്പോൾ എന്നെ ദ്രോഹിക്കാൻ ഒരുമ്പെട്ടത്. നിഗ്രോധൻ എന്തായാലും അങ്ങനെ പെരുമാറുകയില്ല. രാത്രിയായപ്പോഴേക്കും അയാൾ കൊട്ടാരത്തിലെത്തി. പോത്തിക് വന്നിട്ടുണ്ടെന്നറിഞ്ഞ രാജാവ് ഉടനെ അയാളെ കൂട്ടിക്കൊണ്ടുപോകാൻ പരിചാരകനോട് പറഞ്ഞു. പോത്തിക്കിനെ രാജാവ് സന്തോഷത്തോടെ സ്വീകരിച്ചു. മാതാപിതാക്കൾ എന്താണ് വരാതിരിക്കുന്നത് എന്ന് അന്വേഷിച്ചു. പോത്തിക് അവരെ കണ്ട കാര്യം എല്ലാം രാജാവിനോട് പറഞ്ഞു. പിന്നീട് രാജാവ് പോത്തിക്കിനെ തന്നോടൊപ്പം അമൃതേത്ത് കഴിക്കാൻ വിളിച്ചു. അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാകൻ അവിടെ എത്തി. പോത്തിക് രാജാവിനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ട ശാകൻ വിചാരിച്ചു, ഇവൻ ഇത്ര വേഗം ഇവിടെ എത്തിയോ? എൻ്റെ മുന്നിൽ വെച്ച് എനിക്കെതിരെ ഒന്നും പറയാൻ ധൈര്യപ്പെടില്ല. ഏതായാലും അടുത്ത് ചെല്ലാം. ശാകനെ കണ്ട രാജാവ് പറഞ്ഞു, ആരെ ശാകനോ? നാട്ടിൽ പോയിട്ട് വന്ന പോത്തിക്കിനെ കണ്ടില്ലേ? അത് കേട്ട പോത്തിക്ക് പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ ഭാഗ്യം കൊണ്ട് നേരിൽ കാണാൻ ഇടവന്നില്ല. അതെന്താ പോത്തിക്ക് അങ്ങനെ പറയുന്നത്? രാജാവ് അന്വേഷിച്ചു. ഞാൻ വരുന്ന വഴിക്ക് ശാകൻ്റെ വീട്ടിൽ കയറി. എന്നെ പിടിച്ച് തുറുങ്കലിലടയ്ക്കാനാണ് അയാൾ ഭടന്മാരോട് ആജ്ഞാപിച്ചത്. ഭാഗ്യം കൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇത് കേട്ട രാജാവ് ക്ഷുഭിതനായി. അദ്ദേഹം കോപത്തോടെ പറഞ്ഞു, ദ്രോഹി, നിനക്കെങ്ങനെ ഇതിന് മനസ്സ് വന്നു? നമ്മുടെ ഈ ഉയർച്ചയ്ക്കെല്ലാം കാരണം പോത്തിക്കല്ലേ? മഞ്ഞക്കരു തിന്നിരുന്നെങ്കിൽ അവന് തന്നെ രാജാവാകാമായിരുന്നു. നീ സേനാനായകനാവാൻ കാരണവും അവനാണ്. രാജാവ് തുടർന്നു. നന്ദിയില്ലാത്തവരെ സഹായിക്കുന്നത് 100 മേനി വിളയേണ്ട വിത്ത് തീയിലെറിയുന്നത് പോലെയാണ്. ഒരു ഫലവും ഉണ്ടാവില്ല. നല്ലവർക്ക് നന്മ ചെയ്യുന്നതാവട്ടെ ഫലപുഷ്ടിയുള്ള മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ്. 100 മേനി വിളയും. എന്നിട്ട് അദ്ദേഹം ശാകനോട് ചോദിച്ചു, ശാക, നീ പോത്തിക്കിനോട് എന്തിനിങ്ങനെ നന്ദികേട് കാട്ടി? ശാകൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അത് രാജാവിനെ കൂടുതൽ ക്ഷുഭിതനാക്കി. ആരവിടെ? ഈ നന്ദിയില്ലാത്തവനെ തൂക്കിലേറ്റട്ടെ, അദ്ദേഹം ആജ്ഞാപിച്ചു. അത് കേട്ട പോത്തിക് രാജാവിനെ തടഞ്ഞു. പ്രഭു, അതുമാത്രം പാടില്ല. ആരുടെയും ജീവൻ തിരികെ കൊടുക്കാൻ നമുക്കാവില്ല. അതിനാൽ ജീവൻ എടുക്കാനും നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് അങ്ങ് ശാകന് മാപ്പ് കൊടുക്കണം. പോത്തിക്കിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ, രാജാവ് പറഞ്ഞു. പക്ഷേ ഇവനെ ഇനി രാജ്യത്ത് കണ്ടുകൂടാ. രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം ശാകനെ അപ്പോൾ തന്നെ ഭടന്മാർ നാടുകടത്തി. രാജാവ് പോത്തിക്കിനോട് സേനാനായക സ്ഥാനം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. യുദ്ധകാര്യങ്ങളുമായി പരിചയമില്ലാത്ത തനിക്ക് ആ സ്ഥാനം വഹിക്കാൻ താൽപ്പര്യമില്ലെന്ന് പോത്തിക്ക് രാജാവിനെ അറിയിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്നാൽ പോത്തിക്കിനെ നമ്മുടെ ഖജനാവിൻ്റെ ചുമതല ഏറ്റെടുത്തുകൂടെ? അങ്ങേക്ക് നിർബന്ധമാണെങ്കിൽ ഞാനത് സ്വീകരിക്കാം. അങ്ങനെ പോത്തിക്ക് രാജാവിൻ്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനായി. പോത്തിക്കിൻ്റെ സഹായത്തോടെ നിഗ്രോധകുമാരൻ ദീർഘകാലം ധർമ്മനിഷ്ഠയോടെ രാജ്യം ഭരിച്ചു. നന്ദി.